അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോവാൻ, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോവാൻ, ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശത്തിന്റെ മേലെ എവിടെ എവിടെ പ്രതിരോധം തീർക്കുന്നുവോ അവിടെ ഞങ്ങൾ ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ച് ഈ ആവശ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ മുമ്പിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് വർഗീയവാദികളും അതുപോലെ തന്നെ നിരവധിയായ പ്രസ്ഥാനങ്ങളും സ്ഥിരമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തെപ്പറ്റി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇവർ വിശ്വാസികൾക്കെതിരാണ്, മതത്തിനെതിരാണ് എന്ന കള്ള പ്രചാരവേല നടത്തുന്നത് നല്ലതുപോലെ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സഖാക്കളോടും സുഹൃത്തുക്കളോടുമെല്ലാം വ്യക്തമാക്കാനുള്ളത്. അതുകൊണ്ട് വിശ്വാസികളുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അത് പ്രചരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഈ അവകാശം ജനാധിപത്യ അവകാശമാണ്. എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണവർഗം, അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഭരണാധികാരികൾ ഭരണകൂടത്തെയും ഭരണ സംവിധാനത്തെയും ദൈവത്തിന്റെയും മതത്തിന്റെയും ഭാഗമാക്കി മാറ്റുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. നേരത്തെ പറഞ്ഞ ഓരോരുത്തർക്കുമുള്ള ഭരണഘടനാ സംരക്ഷണമുണ്ട്. എന്നാൽ ഒരു ഗവൺമെന്റ് തന്നെ ഭരണകൂട വ്യവസ്ഥയാകെ ഇതിന്റെ ഭാഗമായിട്ട് മാറി, ഏതെങ്കിലും ഒന്നിന്റെ ഭാഗമായിട്ട് മാറുക എന്ന് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണഘടനക്ക് യോജിച്ചതല്ല, ഭരണഘടനാ വിരുദ്ധമാണ്. ശരിയായ രീതിയിൽ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിന്റെ അതിന്റെ സ്പിരിറ്റിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഒരുപാട് നേതാക്കന്മാരോട് പ്രസംഗിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വർഗീയ ശക്തികളെ ചെറുക്കാൻ നമുക്കാവണം. ഈ വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ നമുക്കതിനെ പ്രതിരോധിക്കാനാവണം. സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോഴാണ് കോൺഗ്രസിന്റെ പ്രശ്നം വരിക. എങ്ങനെയാ പ്രതിരോധിക്കുക? ഇതിനെ പ്രതിരോധിക്കാനാവുമോ? ഞങ്ങൾക്കൊരു സംശയമില്ല. ഇന്നുണ്ടാക്കിയ ഇന്ത്യ സമുച്ചയം, ഇന്ത്യ എന്ന പേരിൽ പറയുന്ന നമ്മുടെ സംവിധാനം, അതൊരു വിശാലമായ ഐക്യപ്രസ്ഥാനമാണ്. ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഏതാണ്ട് 63% വരുന്ന ഇന്ത്യയിലെ ജനത BJP വിരുദ്ധരാണ്, BJPക്കെതിരായിട്ട് വോട്ട് ചെയ്തവരാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാത്തവരാണ്. BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാത്തവരുണ്ട്. ഈ 37% മാത്രമേ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ ആകെ പൂർണ്ണമായിട്ടും സ്ഥാനാർത്ഥി നിർണയ പ്രശ്നം കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ ഈ ഇന്ത്യ മുന്നണിക്കാവുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. സാധ്യമല്ല, പ്രായോഗികമല്ല. എന്നാൽ ഓരോ ഇന്ത്യൻ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് ആ സംസ്ഥാനത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി ആരാവണം, പാർട്ടി ആരാവണം എന്ന് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് BJP വിരുദ്ധ വോട്ടുകളൊന്നും ഛിന്ന ഭിന്നമാവില്ല, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കപ്പെടില്ല എന്നതിന് ഉറപ്പുണ്ടായാൽ ഇന്ത്യയിൽ BJPയെ തറ പറ്റിക്കാനാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല. സാധിക്കുന്നതാണ്. അപ്പോൾ ചില ആളെല്ലാം പറയുന്നുണ്ട് നിതീഷ് കുമാർ മാറിപ്പോയല്ലോ, അത് 9ാമത്തെ പ്രാവശ്യമാണ് മാറുന്നത്. നിതീഷ് കുമാറിന്റെ മാറ്റം നോക്കിയിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ 37% വോട്ട് കിട്ടിയപ്പോ നിതീഷ് BJPയുടെ ഒപ്പമായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വരുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിന്റെ അവസ്ഥയാണ്. നമ്മളിവിടെ അഭിമുഖീകരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ നിലപാടിനെയാണ്. കോൺഗ്രസ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ്. BJP ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും രണ്ടാളും ഒരേപോലെ മുഖ്യ ശത്രുവായിട്ട് കാണുന്ന ഇടതുപക്ഷമുള്ള നാടാണ് കേരളം. അതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെയും BJPയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ഇടതുപക്ഷമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൽ യാതൊരു കൂസലില്ല എന്ന് മാത്രമല്ല, അത് അഭിമാനത്തോടുകൂടി നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്ന് ജനങ്ങളോട് വിശദീകരിച്ചു പോകാൻ ഇടതുപക്ഷ പ്രസ്ഥാനം
ത്തിന് സാധിക്കും, ഒരു പ്രയാസമില്ല. പക്ഷെ പ്രശ്നതല്ല, ഇത് തമ്മിലുള്ള ഒരു അന്തർധാര, ഈ RSSും BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാര എങ്ങനെയാണ് കേരളത്തിൽ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. അത് തുറന്നു പറയുകയാണ്, തുറന്നു പറയാതിരുന്നിട്ട് കാര്യമില്ല, പറയുകയാണ്. ഇനിയിപ്പോ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ ഇനി ആരൊക്കെയാണ് BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നത് എന്നും ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. 2 ദിവസം മുമ്പ് വരെ തൃശൂരിൽ UDFന് വേണ്ടി വോട്ട് പിടിക്കാൻ നടന്ന കേരളത്തിലെ കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലൻ ഒരു മുഹൂർത്തം നോക്കിയിട്ട് ഡൽഹിയിൽ പോയി മെമ്പർഷിപ്പും വാങ്ങി ഇന്നലെ തിരിച്ച് ഈ കേരളത്തിലേക്ക് എത്തി എന്ന വാർത്ത ഞാനും നിങ്ങളും കണ്ടു. എന്നോട് ഇന്നലെ പത്രസമ്മേളനത്തിൽ, നമ്മുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ ചോദിച്ചു, പത്രപ്രവർത്തകർ ചോദിച്ചു, ഏതായാലും മാർക്സിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് ആഹ്ലാദത്തിന് വക നൽകുന്നില്ലേ? അപ്പോ ആ നിമിഷം ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർ BJPയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത ആവേശം നൽകുന്നില്ലേ എന്ന ചോദ്യത്തിന് ആവേശം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് നിലനിൽക്കണമെന്നും കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ BJPയിലേക്ക് ചേക്കേറാൻ പാടില്ല എന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങളുടെ നിലപാടിന്റെയും നയത്തിന്റെയും ഭാഗമായിട്ട് ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം മുൻ മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരും കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റുമാരും അവിടെ MLAമാരും അവിടെ MP മാരും ഉൾപ്പെടെ BJPയിലേക്ക് ചേക്കേറുന്ന പുതിയ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ദക്ഷിണേന്ത്യയിൽ വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോഴും സർവ്വസാധാരണമായി കേരളത്തിലും വന്നിരിക്കുകയാണ്. മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നതിന്റെ ഗൗരവതരമായ ഇന്നത്തെ രൂപമാണ് ഈ പറയുന്ന BJPയിലുള്ള ചേക്കേറുന്ന സംവിധാനം. അവർക്ക് സാധിക്കുന്നില്ല. ഹിന്ദുത്വ അജണ്ട, അതിനെ ഞങ്ങൾ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുമെന്ന് പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാവുന്നില്ല, ഇന്ത്യയിലെ ആകെയും ആവുന്നില്ല, കേരളത്തിലും ആവുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് എന്താ പ്രശ്നം? മതവർഗീയതയെ ഇവർക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പ്രശ്നം വന്നു. CPIMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ മുമ്പിൽ വന്ന് ക്ഷണപത്രിക കൊടുത്ത് അവർ ക്ഷണിച്ചു. അവരോട് ഇരിക്കാൻ പറഞ്ഞു, വർത്താനം പറഞ്ഞു, ചായ പറഞ്ഞു, വേണ്ട പറഞ്ഞു. എന്നിട്ട് ആ കത്ത് വായിച്ചിട്ട് സഖാവ് സീതാറാം യെച്ചൂരി ആ നിമിഷം മറുപടി പറഞ്ഞു, രാമക്ഷേത്രം പൂർത്തിയായിട്ടില്ല, 2025 ഡിസംബറിൽ മാത്രമേ ക്ഷേത്രം പൂർത്തിയാവുള്ളൂ. അതിനിടയിൽ 2024 ജനുവരിയിൽ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തുന്നതിന്റെ പിന്നിൽ മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാനുള്ള നിലപാടാണിത് എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ആ പരിപാടിയിൽ വരാൻ എനിക്കാവില്ല എന്ന് സൗഹൃദപൂർവ്വം തന്നെ മറുപടി പറഞ്ഞ് അയച്ചു. കോൺഗ്രസുകാരോട് അതിനു മുമ്പേ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസുകാർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ വരുന്നത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കാമെന്നാണ്. CPIMും CPIയും ഈ നിലപാട് സ്വീകരിച്ച്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവായിട്ട് ഈ സമീപനം സ്വീകരിച്ച് ഇത് വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയായിട്ടാണ് കാണേണ്ടതെന്നും അത് വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നും ഉറച്ചു പറഞ്ഞപ്പോ ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്തയെല്ലാം വന്ന് പിന്നെ കോൺഗ്രസിന് ഞങ്ങൾ പോകും എന്ന് പറയാനുള്ള ശേഷിയില്ലാതായി. അപ്പോഴും കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല. ഞങ്ങളതിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾക്കറിയാലോ, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് ഹിന്ദി മേഖലയിൽ കോൺഗ്രസിനുള്ളത്. അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം. ആ മുഖ്യമന്ത്രി സുഖു
പരസ്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയാലും ക്ഷണം കിട്ടിയില്ലെങ്കിലും ഞങ്ങളതിൽ പങ്കെടുക്കും എന്നാണ്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം പറയുന്നു ഞങ്ങൾ പങ്കെടുക്കില്ല. പക്ഷേ ഒരേ ഒരു മുഖ്യമന്ത്രി, ഒരേ ഒരു BJP വിരുദ്ധ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഹിമാചൽ, അയാൾ പറയുന്നു ഞാൻ പങ്കെടുക്കും. അവർ പങ്കെടുത്തു, അവരുടെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. UP യിൽ നിന്ന് 100-ലധികം വരുന്നൊരു ടീമിനെ തന്നെ അയച്ചു. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ ഡെലിഗേഷൻ പങ്കെടുത്തു. ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാരതിൽ പങ്കെടുക്കില്ല എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയദാർഢ്യത്തോടുകൂടി നയം വേണം. ആ നയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കാവുന്നില്ല. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനം ഞങ്ങൾക്ക് ബാധകമല്ല. കമൽനാഥിനെ പോലുള്ള വർഗീയതയെക്കാളും കൂടുതൽ ശക്തിയായ വർഗീയത മുന്നോട്ടേക്ക് വെക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പറ്റി എന്താ പിന്നെ പറയുക? നിങ്ങൾക്കറിയാലോ, ഇപ്പോഴും ഇന്ത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പാറ്റ്ന ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റം സംഘടിപ്പിച്ചു. അത് കോൺഗ്രസിന്റെ പങ്കാളിത്തമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ നടക്കുകയായിരുന്ന മധ്യപ്രദേശിൽ ഉൾപ്പെടെ നടന്ന ഹിമാചലിലും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്ന പോലെ രാജസ്ഥാനിലും നടന്ന തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് അവിടെ ജനകീയമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഭോപ്പാലിൽ സമ്മേളനം നടത്താൻ ഈ ഐക്യമുന്നണി തീരുമാനിച്ചു. ഈ ഐക്യം, ഇന്ത്യ ഐക്യം. അപ്പോ കമൽനാഥ് പറഞ്ഞു ഇവിടെ നടക്കില്ല. അതാ കോൺഗ്രസ്. ജനങ്ങളെ അണിനിരത്തി മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ ഇന്ത്യയിലെ കോൺഗ്രസ് തയ്യാറില്ല. എന്നാൽ ഇപ്പോഴ് ലാലു പ്രസാദ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പാറ്റ്നയിൽ അതുപോലുള്ളൊരു ജനകീയ മുന്നേറ്റം നമ്മളിപ്പോഴും കണ്ടു. അതുതന്നെയാണ് ഫാസിസത്തെ ചെറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രതിരോധം. ഇനിയും അതുപോലുള്ള വലിയ സമ്മേളനങ്ങൾ രാജ്യവ്യാപകമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി. അപ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ വന്ന ഈ വെള്ളം ചേർക്കൽ, മൃദു ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ സമീപനം നിങ്ങളെ തന്നെ തകർച്ചയിലേക്ക് നയിക്കുകയാണ്. അതാണിപ്പോഴും അവസാനം പത്മജ ഉൾപ്പെടെയുള്ളവർ, ഞാൻ കോൺഗ്രസ് വിട്ടു, എന്നെ കോൺഗ്രസിൽ നിന്ന് BJPക്ക് എത്തിച്ചത് അതിന്റെ നേതാക്കന്മാരാണ് എന്ന് അവർ പരസ്യമായിട്ട് ഡൽഹിയിൽ തന്നെ പറഞ്ഞു. പക്ഷേ VD സതീശനെ പോലുള്ളവരുണ്ട്, അതിനൊന്നും മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അദ്ദേഹം പറഞ്ഞതാണ് വളരെ വിചിത്രം, മാർക്സിസ്റ്റുകാർ പ്ലാൻ ചെയ്ത് അവിടെ എത്തിച്ചതാണെന്ന്. മനസ്സിലായില്ലേ? പിന്നെ എവിടെയായി ഈ കോൺഗ്രസ് നന്നാകുക? പത്മജ വേണുഗോപാലിനെ CPIM പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ അതിന്റെ ഒഴിവാക്കൂല. ആദ്യം മുഖ്യമന്ത്രിയാണല്ലോ പ്രതി. മുഖ്യമന്ത്രി തന്നെ പ്ലാൻ ചെയ്ത് അവിടെ എത്തിച്ചതാണെന്നാണ് ഇപ്പോ അവർ പറയുന്നത്. ഇമാതിരിയാണ് കളവെന്തു പറയുന്നതിനും യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ വേറൊരു പദം ഉപയോഗിക്കണം. ഞാനത് ബോധപൂർവ്വം വിട്ടതാണ്. പറയുന്ന ഒരു നേതാവിന് ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ എന്ത് ചെയ്യാനാണ്? ഇപ്പോ സുധാകരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായിട്ട് വന്നു. KPCC പ്രസിഡന്റ് മത്സരിക്കുകയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടന കൈകാര്യം ചെയ്യുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മത്സരിക്കുകയാണ്. അവിടെ ഇവിടെയെല്ലാം ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പോ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. പത്മജിയുടെ ജ്യേഷ്ഠൻ, ഇപ്പോഴാണ് എല്ലാവർക്കും അത് മനസ്സിലായത് ജ്യേഷ്ഠനാണെന്ന്. കാരണം അവരെന്നെ പറഞ്ഞു അനിയനാണെങ്കിൽ ഒരു അടി കൊടുക്കായിരുന്നു. പിന്നെ ജ്യേഷ്ഠനായാൽ തള്ളാൻ പറ്റില്ലല്ലോ, ജ്യേഷ്ഠനായാൽ അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. പത്മജ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല, അനിയനാണെങ്കിൽ ഒരു അടിയെങ്കിലും കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നാണ്. ഈ ജ്യേഷ്ഠനായി പോയത് കൊണ്ട് അടിക്കാനും പറ്റൂല എന്നാണ്. എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായ മിക്കവാറും എല്ലാവരുടെയും മക്കള് BJPയിലെത്തി. R. ശങ്കർ എന്നാണ് തുടക്കം. R. ശങ്കറിന് കിട്ടും, അറിയാലോ, പഴയ R. ശങ്കറിന്റെ മോൻ ആദ്യം BJP പോയി. പിന്നെ AK ആന്റണിയുടെ മോൻ BJP പോയി. പിന്നെ K. കരുണാകരന്റെ മോനും BJP പോയി. K. കരുണാകരന്റെ മകളും BJP പോയി. ഇനി മകൻ പോകുന്നുള്ളത് ഇനിയിപ്പം പറയാൻ പറ്റില്ല.
മകനെ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഉണ്ണാൻ വിളിച്ചാൽ പോകുന്നതിന് എന്താ കുഴപ്പം, പ്രേമേന്ദ്രന് പിന്തുണ. അപ്പൊ പോയ ചിലയാൾ ഇപ്പൊ തന്നെ BJP ചേർന്നു. ആ ഉണ്ണാൻ പോയ ചിലയാള് ഇപ്പൊ തന്നെ BJP ചേർന്നു. ഇനിയിപ്പോഴും എന്നെ വിളിച്ചാൽ ഞാനും പോകുന്നു പറഞ്ഞിട്ട് പോവാനാ സാധ്യത. ഇവരെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഒരു കോൺഗ്രസ്സുകാരനെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദി ഇവിടെ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 2 അക്കം തികക്കും. എവിടുന്ന്? കേരളത്തിന്. എന്നിട്ട് പറഞ്ഞു 370 വേണ്ടത്, 360 ഞങ്ങൾ കേരളത്തിന്റെ വെളിയിൽ നിന്ന് പിടിക്കും, 10 എണ്ണം ഇവിടുന്ന് പിടിക്കുന്നതാണ്. ഇവരെ ഉദ്ദേശിച്ചാണ്. അല്ലാണ്ട് BJP ജയിക്കൂല എന്ന് എല്ലാവർക്കും അറിയില്ല. BJP ഈ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിക്കില്ല എന്നുള്ളത് ഗ്യാരണ്ടി. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അല്ല, കേരളത്തിലെ മതനിരപേക്ഷതയുടെ ഗ്യാരണ്ടി. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 10 സീറ്റ് ഏതാണ്? ആ സീറ്റ് എല്ലാവർക്കും ഇപ്പോഴും മനസ്സിലാവുന്നത് പോലെ ഇവിടെ BJP വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ വോട്ട് വാങ്ങിയിട്ട് ജയിക്കുന്ന ആളുകളെ BJPയിൽ എടുക്കാൻ യാതൊരു പ്രയാസവും ഈ BJPക്കില്ല. പിന്നെ പണത്തിന് വല്ല ക്ഷാമമുണ്ടോ? സുപ്രീം കോടതിയാണ് അവസാനം പറഞ്ഞത്, ഇലക്ടറൽ ബോണ്ട് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ട തീയതി മിനിഞ്ഞാന്ന് കഴിഞ്ഞു. മെല്ലെ അവര് പോയി കോടതിയോട് പറയുകയാണ്, സമയം നീട്ടിക്കിട്ടണം. എന്തിനാണ് സമയം നീട്ടിക്കിട്ടേണ്ടത്? ഭരണഘടനാ ബെഞ്ചാണ്. എന്താവശ്യത്തിന് വേണ്ടി നീട്ടിക്കിട്ടണം? വളരെ ലളിതമാണ്, അതിലൊന്നും ഒരു സങ്കീർണതയില്ല. കൃത്യമായ ഉത്തരം. ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ BJP വാങ്ങിയ പണം കൃത്യതയോടുകൂടി ഇത്ര കോടി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിലേക്ക് അങ്ങനെ വരണ്ട എന്ന് തന്നെയാണ്. പക്ഷേ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിയ പണം, ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം, ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി അക്കൗണ്ട് ആരംഭിക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാത്ത പാർട്ടിയും പ്രസ്ഥാനവും എന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ചെലവിലല്ല ഞങ്ങളുടെ പ്രവർത്തനം, ജനങ്ങളുടെ ചെലവിലാണ്. എന്നാൽ ഇവരെല്ലാം പോയി രജിസ്റ്റർ ചെയ്തു. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. രജിസ്റ്റർ ചെയ്തിട്ട് ബോണ്ട് വാങ്ങി. ആരോടാണ് വാങ്ങുന്നത്, എത്രയാണ് വാങ്ങുന്നത് ഒന്നും പറയേണ്ടെന്നാ, എല്ലാം രഹസ്യമാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് അങ്ങനെ രഹസ്യമായിട്ട് ഈ ബോണ്ട് വേണ്ട, നിർത്താൻ പറഞ്ഞു. നിർത്തി. ഈ ബോണ്ടിന്റെ ഭാഗമായിട്ട് വാങ്ങിയ പണം മഹാഭൂരിപക്ഷവും BJP-യാണ്. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കാനാണ് ഈ പണം. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം കാലുമാറ്റൽ ഉൾപ്പെടെ എല്ലാം ഭരണഘടനാപരമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. കോടാനുകോടി റുപ്യ ഏറ്റവും അവസാനമായിട്ട് കണക്കൊന്നു 3 കൊല്ലത്തെ കണക്ക്. ആ കണക്കിൽ BJP വാങ്ങിയത് നോട്ട് ചെയ്ത് വെച്ചോ 6566 കോടി റുപ്യ. 6566 കോടി റുപ്യ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറഞ്ഞ ബോണ്ട് വഴി മാത്രം, ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രം സംഭരിച്ചിരിക്കുന്നു രഹസ്യമായിട്ട്. പിന്നെ പരസ്യമായിട്ട് വാങ്ങിയ പണം എത്രയാണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എത്രയോ കോടിയാണ്. ആ കോടി വാങ്ങിയാൽ ഒരു MLA മാറ്റാൻ 100 കോടി കൊടുക്കാം, MPയെ മാറ്റാൻ 150 കോടി കൊടുക്കാം, ഒരു ഗവൺമെന്റിനെ മാറ്റാൻ 500 കോടി കൊടുക്കാം. ഇവന്റെ കയ്യിൽ പണമുണ്ട്. ആ പണമെല്ലാം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ പണമാണ്. അവരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുന്നതിനു വേണ്ടി കിട്ടുന്ന പ്രതിഫലം ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ആരെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നതിന് ഒരു തർക്കം ആർക്കില്ലല്ലോ. ലോകത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുകയായിരുന്നു ഇന്ത്യൻ ബൂർഷ്വാസി 47 ആഗസ്റ്റ് 15-ന്. അന്ന് 55 കോടി 60 കോടി ഒക്കെയായിരുന്നു ടാറ്റക്കും ബിർളക്കും എല്ലാമുള്ള ആസ്തി. അതിലും കുറവാണ്. ഇപ്പോഴും ലോകത്തിലെ മുതലാളിമാരോട് മത്സരിക്കാൻ തയ്യാറുള്ളവരായി ഇന്ത്യൻ ബൂർഷ്വാസിയെ മാറ്റിയിരിക്കുന്നു. എങ്ങനെയാണ് മാറ്റിയത്? എല്ലാവർക്കും അറിയാം. ഈ രാജ്യം കൈക്കൊണ്ട നിലപാടിന്റെ ഭാഗമായി നമ്മുടെ സമ്പത്ത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഞാൻ ക്ഷേത്രം പണിയാൻ, അമ്പലം പണിയാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഊന്നൽ നൽകി. അത് സോഷ്യലിസത്തിന്റെ ഭാഗമാണെന്നും ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടില്ല. അത് സ്റ്റേറ്റ് മുതലാളിത്തത്തിന്റെ ഭാഗം തന്നെ. പക്ഷേ ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും സ്റ്റേറ്റ് മുതലാളിത്തത്തിന്റെ രീതിയിൽ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെട്ടിപ്പോക്കിയത്. കോടാനുകോടി മൂല്യമുള്ള, ദശലക്ഷക്കണക്കിന് കോടി മൂല്യമുള്ള സ്ഥാപനങ്ങൾ.
ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു അതെല്ലാം വിൽക്കണം, സ്വകാര്യവൽക്കരിക്കണം. പിന്നെ ടാറ്റയും ബിർളയൊന്നും അല്ല ഇപ്പം പ്രധാനമായിട്ട് വാങ്ങുന്നത് അദാനിയും അംബാനിയും ഒക്കെ ഇനിയാണ്. അവർ വാങ്ങി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കമ്പനികളും ഷെയറും കമ്പനിയും വാങ്ങി. ഒരു മുതലാളിയും ഈ ഷെയറും കമ്പനിയും വാങ്ങുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊരു നിയമമാണ്, അതിന്റെ എക്കണോമിക്സ് ആണ്. അവര് ബാങ്കിൽ പോയിട്ട് കടം വാങ്ങി, ലക്ഷക്കണക്കിന് കോടി വാങ്ങി. നമ്മളെ പോലെ 1000, 2000, 10,000, 1 ലക്ഷം ഒന്നുമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്. ആ വാങ്ങിയ കടം കൊണ്ടുപോയിട്ട് ഷെയർ വാങ്ങി. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ വൻകിട മുതലാളിമാർ ബാങ്കിൽ നിന്ന്, നമ്മുടെ തന്നെ ബാങ്ക്, ദേശാൽകൃത ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി റുപ്യ കടം വാങ്ങി. ആ കടം ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ഈ തിരിച്ചടക്കാത്ത കടത്തെയാണ് കിട്ടാക്കുറ്റി എന്ന് കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്കും പറഞ്ഞത്. എന്നിട്ട് 2 ഘട്ടത്തിലായി 11.5 ലക്ഷം കോടി. അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കരുതണം. പിന്നീട് 8.5 ലക്ഷം കോടി, രണ്ടും ചേർന്ന് 20 ലക്ഷം കോടി റുപ്യ ഇപ്പൊ തന്നെ എഴുതിത്തള്ളി. അപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഇവരെല്ലാം വാങ്ങിയത് എത്ര പൈസക്കാ? എത്രയാ അവരുടെ ചെലവ്? വല്ല ചെലവുണ്ടോ? പട്ടപൂജ്യാണ്. ഒരു നയാ പൈസ ചെലവില്ലാതെ ഈ സമ്പത്ത് മുഴുവൻ കൈയടക്കി. അതിന് സഞ്ചിത മൂലധനം എന്നാണ് പറയുക. കട്ടുപറച്ചുണ്ടാക്കിയ മൂലധനം. അതുപയോഗിച്ചുകൊണ്ടാണ് ആർജിത മൂലധനം ഇപ്പോഴും നേടി ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ പട്ടികയിലേക്ക് ഇവരെത്തിച്ചേരുന്നത്. ഇതൊക്കെ നരേന്ദ്രമോദിയുടെയും അതിനു മുമ്പ് കോൺഗ്രസിന്റെയും നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവർക്ക് ഈ സാമ്പത്തിക നിലപാടിലൊന്നും ഒരു വ്യത്യാസമില്ല. വർഗീയതയുടെ കാര്യത്തിൽ തീവ്രവർഗീയതയും അതുപോലെ മൃദു ഹിന്ദുത്വവും തമ്മിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറുന്നതിനും യാതൊരു പ്രയാസവുമില്ല. അതിർ വരമ്പ് പോലുമില്ല. വരമ്പുണ്ടെങ്കിലല്ലേ ഒന്ന് എടുത്ത് അപ്പുറത്തേക്ക് കാല് വെക്കേണ്ട കാര്യമുള്ളൂ. ഒരു രേഖ പോലുമില്ല. ഏത് നിമിഷവും ഇവർക്ക് BJP ആവാൻ യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഇന്നത്തെ ഈ പരിതസ്ഥിതിയിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി ഇവരെല്ലാം കോൺഗ്രസ് ആയിട്ടാണോ തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള നല്ല ഉത്കണ്ഠ കേരളത്തിലെ വോട്ടർമാരിലുണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്ന നിലയിലേക്ക് എത്തി. ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. വളരെയേറെ കാര്യമായിട്ട് കേരളത്തെപ്പറ്റി വിശദീകരിക്കേണ്ടിയിരിക്കും. കേരളം ഒരു പ്രത്യേക നാടാണ് ലോകത്തിന്റെ മുമ്പിൽ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ആകെ വിശദീകരിക്കുകയില്ല. നമ്മുടെ ഇവിടെ പങ്ക് ചേർന്നിട്ടുള്ള ആളുകളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ലോകത്ത് കേരളത്തിൽ വിന്യസിപ്പിക്കപ്പെട്ട പോലെ ജനസംഖ്യാ അനുപാതം സാർവദേശീയ മതമായ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി, ഈ 3 മതവിഭാഗങ്ങൾ കേരളത്തെ പോലെ അതിൻ്റെ ജനസാന്ദ്രതയിൽ വിന്യസിപ്പിക്കപ്പെട്ട ഒരു നാട് ഇന്ത്യയിലോ ലോകത്തെവിടെയോ ഇല്ല. ആയില്ല, കയ്യടിക്കണ്ട. പറയാൻ പോകുന്ന പോയിന്റ് വളരെ വളരെ ഗൗരവമുള്ളതാണ്. ഇങ്ങനെ ഒരു രാജ്യം, ഒരു നാട് ഈ ലോകത്തില്ല. കേരളത്തിന്റെ പ്രത്യേകതയാണ്. മതസൗഹാർദ്ദത്തിന് കേളുകേട്ട നാടായിട്ട് കേരളം നിലനിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭൗതിക പശ്ചാത്തലം ഞാൻ വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ ശ്വാസത്തിലേക്ക് നീങ്ങുന്നതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടുന്ന ഈ സന്ദർഭത്തിൽ വംശഹത്യ നടത്താൻ ഗുജറാത്തിൽ 2002 സാധിച്ചു. ഇപ്പോഴും 2023 ഇതുവരെ വലിയ രീതിയിൽ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായ കടന്നാക്രമണം മണിപ്പൂരിൽ നടക്കുകയാണ്. ഈ ഇന്ത്യയിൽ എവിടെയും ഏത് സംസ്ഥാനത്തും ഈ കലാപവും
വർഗീയ വിദ്വേഷവും രൂപപ്പെടുത്താനാവും. എന്തുകൊണ്ടാ? ഫ്യൂഡൽ സമൂഹത്തിന്റെ ജീർണതയുടെ മേലെ കെട്ടിപ്പൊക്കിയ മുതലാളിത്തമാണ് ഇന്ത്യ. ഈ മുതലാളിത്ത പൂർവ ആശയങ്ങളൊന്നും ഗൗരവപൂർവം ചർച്ച ചെയ്യപ്പെടുകയും അവസാനിപ്പിക്കുകയും ചെയ്തൊരു നാടല്ല ഇന്ത്യ. ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കണമെന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ഈ ഇന്ത്യയിലുണ്ട്. അതിന്റെ നേതൃത്വമാണ് RSS. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയെ ഉണ്ടാക്കുക. അത് പറയാൻ സാധിക്കുന്നത് ഈ ജീർണതയുടെ മേലെ കൃത്യമായി മുതലാളിത്തം കെട്ടിപ്പൊക്കിയതിന്റെ ഭാഗമായിട്ടാണ്. ഒറ്റ കാര്യം ഞാൻ അതിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്നുള്ളൂ. ഇതിങ്ങനെയാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും എവിടെയും സ്വത്വത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ വംശത്തിന്റെ പേരിൽ, ഉപവിഭാഗങ്ങളുടെ പേരിൽ കലാപം സംഘടിപ്പിക്കാൻ സംഘപരിവാർ വിഭാഗത്തിനാവും. ഈ അപകടം നമ്മൾ കാണണം. കേവലമായ ഫാസം വരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് മനസ്സിലാവില്ല. മഹാത്മാഗാന്ധിയെ കൊന്നു, വെടിവെച്ചു കൊന്നു. അത് വെറുതെ വെടിവെച്ചു കൊന്നതല്ല, ആസൂത്രിതമായിട്ട് കൊന്നതാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടി ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, സർസംഘ ചാലക് അന്ന് ഗോൾവാൾക്കർ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരുടെ പ്രചാരകർ എന്നാണ് അവരെ പേര്. അവരെ വിളിച്ചു. 2000-ലധികം ആളുകൾ പങ്കെടുത്തു ഡൽഹിയിൽ. ആ പങ്കെടുത്ത സമ്മേളനത്തിൽ ഗോൾവാൾക്കർ പറഞ്ഞു, ഈ ഗാന്ധി പരമപുച്ഛം, ഗാന്ധി ന്യൂനപക്ഷത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോഴും ഖജനാവിൽ നിന്ന് പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കരാറിന്റെ ഭാഗമായിട്ടുള്ള പണം കൊടുക്കുന്നതിനെതിരായിട്ടാണ്. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി, ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാവേണ്ടതായിരുന്നു, ഹിന്ദു ദേശീയത. പക്ഷേ ഈ മഹാത്മാഗാന്ധി അതിനനുവദിച്ചില്ല. മഹാത്മാന്ന് ഞാൻ പറഞ്ഞ കേട്ടോ, ഗാന്ധി അനുവദിച്ചില്ല എന്നാണ്. എന്നിട്ട് പ്രസംഗം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ്. അതിന്റെ വർബാറ്റ പൂർണ്ണമായിട്ട് ഇപ്പോഴും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് ഇന്ത്യൻ മ്യൂസിയത്തിൽ കിട്ടി. കൃത്യമായിട്ട് പദാനുപദ പ്രസംഗം. ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്ന്. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ, ആ പ്രവേശിച്ച ആശയത്തിന് കൂട്ടായ്മ ലഭിച്ചാൽ, ശൃംഖല പോലെ കണ്ണി ചേർക്കപ്പെട്ടാൽ, അങ്ങനെയുള്ള ആശയങ്ങളൊന്നും കേവലം ആശയം എന്ന രീതിയിലല്ല, ഒരു ഭൗതിക ശക്തിയായിട്ടാണ് നിലനിൽക്കുക എന്നുള്ളത് ശാസ്ത്രം. അതാണ് അവസാനം ഗോഡ്സെ എന്ന അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന സവർക്കർ ഉൾപ്പെടെവരെല്ലാം ചേർന്ന് ഗാന്ധിയെ വധിക്കുന്നത്, കൊല്ലുന്നത്. ഈ ആശയത്തിന്റെ പ്രത്യേകത നമ്മൾ ഗൗരവപൂർവം കാണേണ്ടതാണ്. അപ്പോൾ വർഗീയത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണം നമുക്കറിയാം ഇന്ത്യയിൽ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രത്യശാസ്ത്രക്കാരനായിട്ടുള്ള ഗോൾവാൾക്കർ എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ പറഞ്ഞു, ജർമ്മൻ ഐഡിയോളജി എന്തായിരുന്നു? ഹിറ്റ്ലർ എന്നാണ് പറയുന്നത്. ഹിറ്റ്ലർ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. അവിടെ വംശശുദ്ധിക്ക് വേണ്ടി നന്നായിട്ട് പൊരുതി 60 ലക്ഷം മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നതാണ് പറയുന്നത്. 60 ലക്ഷം മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്ന, അതാണ് വീരേതിഹാസം പോലെ ഗോൾവാൾക്കർ പറയുന്നത് വംശശുദ്ധിക്ക് വേണ്ടി. ഈ വംശശുദ്ധി നേടിയ ജർമ്മൻ ഐഡിയോളജിയെ പൂർണ്ണമായിട്ട് പിന്താങ്ങിയിട്ട് ഇവിടെ പറയാണ്, ആരാണ്
ഇന്ത്യയിലെ ആഭ്യന്തര ശത്രു. ഈ മൂന്നിനെയും ഉന്മൂലനം ചെയ്യണം വംശശുദ്ധിക്ക്. ഞാനിത് പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ഒപ്പം ചേർത്തുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കാനാണ്, അല്ലെങ്കിൽ നമുക്ക് ധാരണയുണ്ടാക്കാനാണ്. ഇനി ഞാനൊരു കാര്യം പറയാ, ഈ ആഭ്യന്തര ശത്രു എന്ന് പറയുന്ന മുസ്ലിമും ആഭ്യന്തര ശത്രു എന്ന് പറയുന്ന ക്രിസ്ത്യാനിയും നാട് ഏതാണെന്നും കേരളാണല്ലേ. അപ്പൊ കേരളാണെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ഭാഗമായിട്ട് വരുന്ന അതിക്രമത്തിന്റെ ഒരു രൂപം, ഭാവം നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് നേരെ ഇവന്റെ പ്രത്യശാസ്ത്രപരമായിട്ട് നിലപാടിന്റെ ഭാഗമായിട്ട് എന്താവും വരാൻ പോകുന്ന ഭാവി എന്നതിനെപ്പറ്റി ഉത്കണ്ഠ വേണം. നമുക്കതിന്റെ ജാഗ്രത വേണം. അത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ബി.ജെ.പിയെ പരാജയപ്പെടുത്താനും അതിന്റെ ഒപ്പം നിന്ന് നാളെ ബി.ജെ.പിയിലേക്ക് പോകുന്നവരെ പരാജയപ്പെടുത്താനും, രണ്ടും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളും അതിന്റെ നിലപാടുകളും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഓരോ നിലപാടിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാനാവും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ ഒരിഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് ബി.ജെ.പി ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. മറ്റെല്ലാവർക്കും നൽകുന്നത് പോലെയുള്ള ജനാധിപത്യ അവകാശം പോലും കേരളത്തിന് ലഭിക്കുന്നില്ല. നമുക്ക് തരേണ്ടുന്ന നമ്മുടെ പങ്ക് ഈ കേരളത്തിന് തരില്ല എന്ന് വാശി പിടിക്കുകയാണ്. കോടതി പോകുന്നതിന് മുമ്പ് ഇത് കാര്യം മുഴുവൻ ജനങ്ങളോട് പറഞ്ഞു. 1,07,500 കോടി റുപ്യ കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കേരളത്തിന് തരേണ്ടുന്ന പണം കേന്ദ്രം തന്നിട്ടില്ല. 57,000 കോടി റുപ്യ ഇക്കൊല്ലം തന്നിട്ടില്ല. പുറമെ ഒരു 6,000-7,000 കോടി റുപ്യ നമ്മുടെ വിഹിതമായി കിട്ടേണ്ട പണവും തരുന്നില്ല, കേന്ദ്ര വിഹിതമായിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നാൽ എങ്ങനെയാണ് നമ്മൾ പെൻഷൻ കൊടുക്കുക? ഇങ്ങനെയാണ് 62 ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1,600 റുപ്യ എന്നുള്ളത് 2,500 റുപ്യ ആയിട്ട് വർദ്ധിപ്പിക്കുക. നമ്മുടെ താല്പര്യം അതാണ്. വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാനാവുന്നില്ല. അധ്യാപകർക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA കൊടുക്കണം. ഇന്നിപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ കാലമായിട്ട് അധ്യാപകരും ജീവനക്കാരും പറയുന്ന ഒരു കാര്യം, അതിന്റെ ഭാഗമായി 2% DA ഇന്നിപ്പോഴ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ ഈ സമ്മേളനം ചേരുന്നത്. സാമ്പത്തിക പ്രയാസം തന്നെയാണ്, കൊടുക്കാനാവാത്ത സാഹചര്യമാണ്. സിവിൽ സപ്ലൈസ് ഉൾപ്പെടെയുള്ള പൊതുവിതരണ സംവിധാനം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്താണ് കഴിഞ്ഞ 7 കൊല്ലം. നമുക്കിപ്പോഴും സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ പണമില്ല. ഈ പറഞ്ഞ 57,000 കോടി നമ്മുടെ കയ്യിൽ വന്നാൽ ഒരു 10,000 മിച്ചം വെച്ച് ഇതെല്ലാം കൊടുക്കാൻ നമുക്ക് സാധിക്കും. പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും സാധിക്കും. കേന്ദ്രം അനുവദിക്കുന്നില്ല. എന്ന കാര്യം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട്, ഉപനേതാവിനോട്, രണ്ടാളോടും വിളിച്ച് മുഖ്യമന്ത്രി തന്നെ ചർച്ച നടത്തി. നമുക്ക് ഡൽഹിയിലേക്ക് പോകണം. അതിനു മുമ്പ് നവകേരള ജാഥയുടെ ഭാഗമായിട്ട്, യാത്രയുടെ ഭാഗമായിട്ടും വിളിച്ചു. അന്നും പറഞ്ഞു ആലോചിച്ചിട്ട് പറയാം. പക്ഷെ ആലോചിച്ചിട്ട് പറഞ്ഞില്ല. അവർ പറഞ്ഞത് പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ സഹകരിക്കില്ല. കേന്ദ്രത്തിന്റെ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. നമ്മളില്ല. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രം കൃത്യമായിട്ട് പരിശോധിച്ചാൽ കേരളത്തിന് വേണ്ടി 18 MP ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ള MP ഉൾപ്പെടെ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നമുക്കെതിരായിട്ടാണ്. വായ തുറന്നാൽ കേരളത്തിനെതിരായിട്ടാണ്. ഇപ്പോ കേരളത്തിലെ ജനങ്ങളെ ഒരു ശത്രു സൈന്യത്തെ പോലെ കാണുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനമാണെന്ന് പറയുന്ന വേറെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് ലോകത്തുണ്ടോ? എവിടെയെങ്കിലും? എവിടെയില്ല. ക്രിയാത്മക പ്രതിപക്ഷം എന്നാണ് എല്ലാവരും പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭാഗം അത്, ക്രിയാത്മകമായ പ്രതിപക്ഷം. പക്ഷെ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഞങ്ങളൊന്ന് പരസ്യമായിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ. സുധാകരനെ പറ്റി ഞാൻ വേറെ ഒന്നും പറയുന്നില്ല.
അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ വിശദീകരിക്കുന്നില്ല. നല്ല ബന്ധമാണ് അവർ തമ്മിൽ, സഹോദരന്മാരെ പോലെയാണെന്നാണ് ചെന്നിത്തല പറയുന്നത്. സഹോദരന്മാർ തമ്മിൽ കാണുമ്പോൾ അഭിസംബോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ മതി. എന്താണ് സുധാകരൻ PD സതീശനെ പറ്റി പത്രക്കാരുടെ മുമ്പിൽ അപ്പോഴത്തന്നെ അവിടെ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, ഫോൺ ചെയ്തിട്ടുണ്ട്, പറയല. അന്നേരമാണ് മറ്റേ പ്രയോഗം വന്നത്. ഒരാളുടെ സാംസ്കാരിക ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഭാഷ. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. അതെപ്പോഴും അറിയാണ്ടും അറിഞ്ഞും എല്ലാം തേട്ടി പുറത്തേക്ക് വരും. അത് സുധാകരനും വരുന്നുണ്ട്, അത് അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് ഈ കേരളത്തിൻ്റെ ഒരു ദൗർബല്യം പൊതുവെ നമുക്ക് പറയാം. അത്ര പറയാൻ പറ്റുള്ളൂ. വേറെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിന് നേരെ ഇത്രയും കടുത്ത അവഗണന ഒരു ഉപരോധം പോലെ കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ കോൺഗ്രസ് ഇല്ല, ഒരു MP-യും തയ്യാറില്ല. ഇപ്പൊ വന്യജീവികളുടെ പ്രശ്നം ഇപ്പൊ ഇവിടെ വലിയ കുഴപ്പമുണ്ടാക്കുകയാണ്. കഴിഞ്ഞ എത്ര വർഷമായി ഇവരെല്ലാം MP-മാരായിട്ട് തുടരുന്നു? 4-5 കൊല്ലായില്ലേ? ഒരു അക്ഷരം പറഞ്ഞോ? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് 1972 നിയമം. ആ നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇവിടെ ഫോറസ്റ്റ് കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കൊരു സ്വതന്ത്രമായ നിയമം പോലും ഉണ്ടാക്കാനാവില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ കടന്നാക്രമിക്കുന്ന ഹിംസ സ്വഭാവമുള്ള ചില ജീവികളെയെങ്കിലും വെടിവെച്ചു കൊല്ലാനുള്ള അധികാരാവകാശം വേണം എന്ന് കേരളത്തിലെ ജനങ്ങളുടെ കൃത്യമായ താല്പര്യം ശരിയാണ്. ആ ശരി നടപ്പിലാക്കണമെങ്കിൽ കേരള ഗവൺമെന്റിന് പറ്റില്ല. അതിന് കൃത്യമായ നിയമ ഭേദഗതി വേണം, അല്ലെങ്കിൽ പുതിയ ഓർഡിനൻസ് വേണം. അത് രണ്ടും കേന്ദ്ര ഗവൺമെന്റിനെ സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും ശവം വെച്ച് കളിക്കുകയാണ് ഇവര്. വളരെ വ്യക്തമായിട്ട് മരണം കഴിഞ്ഞതിന് ശേഷം ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി, ടേബിളിൽ കിടത്തി, പിന്നെ പോസ്റ്റ്മോർട്ടം മാത്രമേ ബാക്കിയുള്ളൂ. ആ സന്ദർഭത്തിലാണ് ശവം റാഞ്ചി കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് ശവവും വെച്ച് സമരം. ഗവൺമെന്റിന്റെ കൃത്യമായ നിലപാട് മുമ്പേ ഗവൺമെന്റ് പറഞ്ഞു. ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണും എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. അപകടം സംഭവിക്കുന്നവർക്കെല്ലാം കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകി, കുടുംബത്തിന് ജോലി നൽകുമെന്നുള്ള പ്രഖ്യാപനം വന്നു. ഇതെല്ലാം കേരള ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കുന്നത് ഗവൺമെന്റ് ചെയ്തതാണ്. അതിന്റെ അപ്പുറം ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്താ ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് വ്യക്തതയില്ല. കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടത് എന്നിവർ പറയുന്നുമില്ല. അപ്പൊ രാഷ്ട്രീയ ലാക്കി വെച്ചുകൊണ്ട് കളിക്കുകയാണ്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയല്ലേ സിദ്ധാർത്ഥന്റെ പ്രശ്നം വയനാട്ടിൽ. അവിടെ വെറ്ററിനറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുമായിട്ട് ആ കോളേജിലെ വിദ്യാർത്ഥികളും ഇവരൊക്കെ തന്നെ ഒരു സംഘർഷത്തിലേക്ക് വന്നു. കുട്ടി മരിക്കാനിടയായി. എങ്ങനെയെന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവം വന്നാൽ നമ്മുടെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ എന്താ ചെയ്തത്? അതിലെ പ്രതി ആരാണ്? പിണറായി വിജയൻ. അതിൽ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ. വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യാണ്. എന്തേ മുഖ്യമന്ത്രി മിണ്ടാകുന്നത്? എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ആര് എന്നുള്ള പ്രശ്നമില്ല. ചില SFIക്കാർ അതിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ചോദ്യത്തിനെല്ലാം പ്രസക്തി. 19 ആളിൽ 4 ആൾ SFIക്കാരാണ്. ബാക്കിയെല്ലാം പല സൈസും ഉണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാ വിഭാഗവും ഉണ്ട്. വലിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെടെയുണ്ട്. അതൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കണം. 18 ആളെയും അറസ്റ്റ് ചെയ്ത് ഇനി ഒരാളെയാണ് കിട്ടാൻ ബാക്കിയത്. ഇപ്പൊ ഇന്ന് രക്ഷിതാക്കളെല്ലാം കൂടി ചേർന്ന് അച്ഛനും അമ്മയും കൂടി പോയി, ഈ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. അവർ പറഞ്ഞു അവിടെ അന്വേഷണം നടത്തണം, CBI അന്വേഷണമാണ് അവർ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, അതുകൊണ്ട് ഈ കേസ് CBI അന്വേഷണത്തിന് വേണ്ടി നിങ്ങളുടെ ആവശ്യപ്രകാരം വിടാൻ ഗവൺമെന്റിന് യാതൊരു പ്രയാസമില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഈ അത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇന്ന് ഞാൻ ഹിന്ദു പത്രം നോക്കിയപ്പോൾ ഹിന്ദു പത്രത്തിൽ ഒരു പേജ് പൂർണ്ണമായിട്ടും ഇതാണ്. ഇങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും അതുപോലെ തന്നെ മുന്നണിയുടെ നേതൃത്വമായിട്ടുള്ള മുഖ്യമന്ത്രിക്കുമെതിരായിട്ട് വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്.
ഈ മാധ്യമങ്ങൾ ഇതിനേക്കാളും വലിയ രീതിയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ത്യയുടെ കേന്ദ്ര ഏജൻസികളെല്ലാം മിക്കവാറും ഒന്നും ഒഴിയാതെ ഒരു 5-8 ഏജൻസി ഉണ്ട്. അതെല്ലാം കേരളത്തിൽ വന്ന് വാർത്ത ചമച്ച് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അന്ത്യം വന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ആ ഇലക്ഷനെ നേരിട്ട് പോയതാണ്. ഇവിടെ പ്രചരണം കൊണ്ട് ഇവരെല്ലാവരും വിചാരിച്ചത് ഈ ഗവൺമെന്റിന് തുടരൂല. പക്ഷെ ഇവരെല്ലാം എതിർത്തിട്ടും 99 സീറ്റ് ചരിത്രത്തിന്റെ ഈ അടുത്ത കാലത്തൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി പിണറായി വിജയന്റെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് ഇവർ തീരുമാനിച്ചു ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിച്ചുകൂടും. കാരണം വികസനത്തിന് വോട്ടുണ്ട്. അതാ കാര്യം. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. കോൺഗ്രസും തീരുമാനിച്ചു, വി ഡി സതീശനും തീരുമാനിച്ചു, അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും തീരുമാനിച്ചു. ഗവൺമെന്റിനെതിരായിട്ട് അന്നു മുതൽ ഇന്നേ വരെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിന്റെ അപ്പുറം കാണാനുമുള്ള ശേഷി കൊണ്ടാണ് ഇന്നിവിടെ ഈ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ കഴിവില്ലെങ്കിൽ എന്നേ നമ്മൾ ഇല്ലാതാവും. വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിന്റെ അപ്പുറം കാണാനും കേരളത്തിലെ ജനങ്ങൾക്കാവുന്നില്ല എങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാവുമോ? ഇല്ല. നിങ്ങളിങ്ങനെ ഈ സ്ഥിരമായിട്ടുള്ള ഈ മാധ്യമ ശൃംഖലകളാകെ മിക്കവാറും എല്ലാം ചേർന്ന് നമുക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടന്നാക്രമത്തിൽ കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ നമുക്ക് പിന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈ സാമ്പത്തിക പ്രയാസവും കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും കേരളത്തിന്റെ വികസനം 1 ഇഞ്ച് പിന്നോട്ടേക്ക് പോവില്ല എന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുകയാണ്. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയണ്ട. എല്ലാം തന്നെ നല്ലതുപോലെ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പുതിയ പുതിയ കാഴ്ചപ്പാടോട് ഇന്നിപ്പോ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ 4 ലക്ഷം ആളുകൾക്ക് വീട് കിട്ടി. 4 ലക്ഷം ആളുകൾക്ക് വീട് കിട്ടി. ഇന്നിപ്പോ പുതിയൊരു കാര്യം പറഞ്ഞു. ഈ 4 ലക്ഷം വീട്ടിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഒരാൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. 4 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കും. എക്കണോമിക് മിഷൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ആസൂത്രിതമായ പദ്ധതിയാണ്. 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതിയും കെഡിസ്കിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി 1,40,000 സംരംഭ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു. 5 ലക്ഷത്തിലധികം ആൾക്ക് ജോലി കൊടുത്തു. 14,000 കോടി ഉറുപ്പിക മൂലധന നിക്ഷേപവുമായിട്ട് വന്നു. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ കേരളത്തെ ഈ കൊല്ലം അവസാനിക്കുമ്പോഴേക്ക് ആവാൻ പോവുകയാണ്, പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ കേരളം നേടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിലും കേരളം അതിന്റെ സൂചിക പരിശോധിച്ച് നോക്കിയാൽ 1ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കേരളം വേണ്ട എന്ന കേന്ദ്ര ഗവൺമെന്റ് നിലപാട്, നമ്മളുള്ള പകപോക്കൽ സമീപനം എന്ന രീതിയിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും ഫലപ്രദമായ ചികിത്സ. ലോകത്തിന് മാതൃകയാണ് കേരളത്തിന്റെ ആതുര ശുശ്രൂഷ. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കേരളമാണ്. സൗജന്യ ചികിത്സയാണ് മിക്കവാറും. ഇങ്ങനെ ആരോഗ്യമേഖല, കയറിക്കിടക്കാനുള്ള ഇടം, അവിടെ ജീവിക്കാനുള്ള പശ്ചാത്തല സൗകര്യം, വസ്ത്രം, ഭക്ഷണം എല്ലാം നൽകി ഇനി തൊഴിലില്ലായ്മ കൂടി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാനായാൽ, നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ 20 ലക്ഷം ആളുകൾക്കുള്ള തൊഴിലാണ്. ഇപ്പൊ തന്നെ ഏതാണ്ട് 5-10 ലക്ഷം ആളുകൾക്ക് തൊഴിലായിട്ടുണ്ട്. ഇനി ഒരു 20 ലക്ഷം കൂടി അതിന്റെ ഹോംവർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ പരിശീലനം തുടങ്ങിയിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് പ്രത്യേകം കാറ്റഗറി തിരിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ മുഴുവൻ പരിശീലിപ്പിച്ചു വേണം അവർക്ക് തൊഴിലേക്ക് പോകാൻ. ആ തലത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഗവൺമെന്റ് പറഞ്ഞു, മൂലധന നിക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, മൂലധനമാണ് അതിന്റെ അടിസ്ഥാനം. കേരളം പറഞ്ഞു മൂലധനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. വിജ്ഞാന സമൂഹം, ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാവുന്ന ഒരു വിജ്ഞാന സമൂഹം,
ആ വിജ്ഞാന സമൂഹത്തിൽ നിന്ന് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ, ഒരു പുതിയ പ്രയോഗമാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. മൂലധനത്തിന് പകരം മൂലധനം വിജ്ഞാനം, നോളജ്, അതാണ് കൈമുതലായിട്ടുള്ളത്. അതുപയോഗിച്ച് 15,000 സ്റ്റാർട്ടപ്പുകൾ കണ്ടെത്താൻ സ്റ്റാർട്ടപ്പ് മിഷൻ രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യത്തിന് മാതൃകയായിട്ട് ഈ കേരളം. അങ്ങനെ വന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു മാത്രമല്ല, ലോക കമ്പോളത്തിൽ അമേരിക്കയിൽ ഉൾപ്പെടെ നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് നല്ല മാർക്കറ്റുണ്ട്. ഇന്ത്യയിലുമുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിന്റെ ഭാഗമായിട്ട് തൊഴിൽ ലഭിക്കുന്നു എന്ന് വന്നാൽ നിങ്ങൾക്കറിയാം, ആളോഹരി വരുമാനം കൂടും. നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനം ശക്തിപ്പെടും. അവരുൽപാദിപ്പിക്കുന്ന ചരക്കുകൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ട് കേരളം നന്നായിട്ട് മാറും. കാരണം ഈ 10-20 ലക്ഷം ആളുകൾ, ഈ നേരത്തെ പറഞ്ഞൊരു 5-10 ലക്ഷം ആളുകൾ എല്ലാവർക്കും ചേർന്ന് ഒരു വീട്ടിലേക്ക് ഈ വരുമാനം വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 4 ലക്ഷം കുടുംബങ്ങളിൽ 4 ലക്ഷം ആളുകൾക്കും ജോലി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വരുമാനം കൂടുകയാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആളോഹരി വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിലായിരുന്നു കേരളം. അത് ഉയരും. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്തേക്ക് ഈ കേരളത്തെ നയിക്കാനാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. അതിലേക്കാണ് ഇന്ത്യയെ കേരളത്തെ നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10-20 വർഷം കൂടി മുമ്പോട്ടേക്ക് പോയാൽ ലോകത്തിലെ 450 കൊല്ലക്കാലത്തെ വികസനം നേടിയ വികസിത രാജ്യത്തിന്റെ ഒപ്പം ഒരു 10-20 കൊല്ലം കൂടി നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഈ 450 കൊല്ലം മുമ്പേ വികസിതമായിട്ട് മുന്നോട്ടേക്ക് വന്ന ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് നവകേരളം എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഈ കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകതയെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാനാവണം. അതിവിപുലമായ ഒരു ജനസഞ്ചയത്തെ ഈ വർഗീയതക്കെതിരായിട്ടും ഹിന്ദുത്വ അജണ്ടക്കെതിരായിട്ടും ഈ രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന നിലപാടുകൾക്കെതിരായിട്ടും അണിനിരത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കൂ. ഈ പോരാട്ടം ശക്തമത്തായി നടത്തുന്നതിന് ഈ നിയോജക മണ്ഡലം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാലികേറാം മലയാണെന്ന് ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മണ്ഡലമല്ല നമ്മുടെ ഈ നിയോജക മണ്ഡലമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തെളിയിക്കാനുള്ള ഒരവസരമാണ് വന്നു ചേർന്നിട്ടുള്ളത്. പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹംസക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഈ പ്രവർത്തനത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ വിജയം വരാൻ പോകുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ പൊന്നാനിയിൽ നിന്ന് ഹംസയെ അയക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് ഈ മണ്ഡലം ഉറപ്പായിട്ട് ജയിക്കാം. ഒരു സംശയത്തിന്റെയും അടയാളം വേണ്ട. നന്നായിട്ട് ജയിക്കാൻ സാധിക്കുന്ന, പാരമ്പര്യമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ പൊന്നാനി. മലപ്പുറത്തെ നമുക്കറിയാം. ഇതേപോലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെയും വലിയ ശക്തമത്തായ പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ 1920കളുടെ ആദ്യം മുതൽ ചരിത്രപരമായ പങ്കുവഹിച്ച ധീര പോരാളികളുടെ നാട് തന്നെയാണ് നമ്മുടെ ഈ ജില്ല. ഈ ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ ഒന്ന് മലപ്പുറമാണ്, മറ്റൊന്ന് പൊന്നാനിയാണ്. മലപ്പുറത്ത് ഇപ്പോഴ് അതിശക്തിയായ ഒരു പോരാട്ടം തന്നെയാണ്. ഞാനാണ് ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയത്. ആ കൺവെൻഷന്റെ ജീവസുറ്റ ആ നിലപാടുകളും അതിനടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പ്രവർത്തനവും ശക്തിപ്പെട്ടാൽ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുമെന്ന കാര്യത്തിൽ അവിടെയും സംശയം വേണ്ട. ഇതെല്ലാം പഴയ കാലത്തിന്റെ ഒരു ഓർമ്മയിൽ ഇതെല്ലാം ഞങ്ങളുടെ തന്നെ കേന്ദ്രമാണെന്ന് ധരിച്ച് ആ രീതിയിൽ ഒരു മണ്ഡലത്തെയും കാണേണ്ടതില്ല. പത്രക്കാരനോട് ഇന്നലെ ചോദിച്ചു, നിങ്ങൾ എത്ര മണ്ഡലമാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു, 20 മണ്ഡലവും ഈ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കണം.
അതിൽ മലപ്പുറവും ജയിക്കണം, പൊന്നാനിയും ജയിക്കണം. നമുക്ക് ജയിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന് ഇവിടെ പങ്കെടുത്തവർ ഉൾപ്പെടെയുള്ള മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും ഇത് വോട്ട് ചെയ്യുന്നവരായിട്ട് നിൽക്കുകയല്ല, വോട്ടർമാരെ കണ്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ശക്തിയായ ഇലക്ഷൻ പ്രവർത്തനത്തിലൂടെ ഒരു സംശയമില്ലാത്ത രീതിയിൽ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ നമുക്കാവും. അതിനാവശ്യമായ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള കമ്മിറ്റി രൂപീകരണമാണിത്. ഈ മഹായോഗം, മഹാസമ്മേളനം അതിന്റെ നാന്ദിയാണ്. അത് തന്നെയാണ് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്നത്. ഈ മണ്ഡലം നമുക്ക് പിടിച്ചടക്കാനാവും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സജീവമായി പ്രവർത്തിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക.